നമ്മുടെ അകത്തെ ആത്മാവിലാണ് പുതുജനനം ഉണ്ടാകുന്നത്. മനുഷ്യൻ 3 ഘടകങ്ങൾ ഉള്ളവനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണ് ആ ഘടകങ്ങൾ? ആത്മാവ്, ജീവൻ, ശരീരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവിന്റെ വില നമുക്കറിയാം. സർവലോകത്തെക്കാളും വിലയേറിയതാണ് മനുഷ്യന്റെ ആത്മാവ്. അതുകൊണ്ടാണ് നമ്മൾ ആളുകളോട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ചെയ്യുമ്പോൾ അവർ ആത്മാവിനെ നശിപ്പിക്കുകയാണ്. ആത്മാവ് വിലയേറിയതാണ്. അത് നിത്യമായി ദൈവത്തോടുകൂടെ വസിക്കേണ്ട ഘടകമാണ് ആത്മാവ്. ഈ ആത്മാവ് നിർജീവ അവസ്ഥയിലാണ് എല്ലാ മനുഷ്യരിലും ആയിരിക്കുന്നത്. അവർ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വരുമ്പോൾ തന്നെ നിർജീവമായി കിടക്കുകയാണ് മനുഷ്യന്റെ ആത്മാവ്. അതുകൊണ്ടാണ് മനുഷ്യനൊരു ശൂന്യതാബോധമുള്ളത്, ഒരു സമാധാനമില്ലാത്തത്, യഥാർത്ഥ സന്തോഷമില്ലാത്തതിന് കാരണം അവന്റെ ആത്മാവ് മരിച്ചു കിടക്കുകയാണ്. എങ്ങനെ മനുഷ്യന്റെ ആത്മാവ് മരിച്ചു കിടക്കുന്നു? ഏദൻ തോട്ടത്തിൽ വെച്ച് ആദവും ഹവ്വയും ദൈവം പറഞ്ഞ വാക്ക് ലംഘിച്ച സമയം അവരുടെ ഉള്ളിലെ ആത്മാവ് മരിച്ചു. ദൈവവുമായുള്ള സംസർഗം നഷ്ടപ്പെട്ടു, ബന്ധം നഷ്ടപ്പെട്ടു. ആ ആദാമിന്റെയും ഹവ്വയുടെയും മക്കളാണ് നമ്മളെല്ലാവരും. ആദാമും ഹവ്വയും പാപികളായതുകൊണ്ട് നമ്മളും പാപികളാണ്. അവരുടെ ആത്മാക്കൾ മരിച്ചു കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മാവും മരിച്ചു കിടക്കുകയാണ്. അതാണ് എഫേസ്യ ലേഖനം 2:1 പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന് നിങ്ങളുടെ ആത്മാവിനെ ഉയർപ്പിച്ചുവെന്ന്. അതിക്രമങ്ങൾ, പാപങ്ങൾ നിമിത്തം മനുഷ്യന്റെ ഉള്ളിലെ സർവ്വലോകത്തെക്കാളും വിലയേറിയ ആത്മാവ് മരിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് ഈ പാപത്തിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യന് ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല, ഒരിക്കലും ദൈവരാജ്യം കാണാൻ പറ്റില്ല, ഒരിക്കലും നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോൾ മനുഷ്യർക്ക് ആവശ്യമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യന്റെ ഉള്ളിലുള്ള ആത്മാവിന് ഒരു വീണ്ടും ജനനം ഉണ്ടാകണം, ഒരു പുതുജനനം ഉണ്ടാകണം. എങ്ങനെ പുതുജനനം പ്രാപിക്കാൻ പറ്റും? യോഹന്നാൻ 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ മനുഷ്യർക്ക് അധികാരം കൊടുത്തു. അപ്പൊ യേശുവിനെ ഒരാൾ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എനിക്ക് പകരം മരിച്ചു, എനിക്ക് പകരം ക്രൂശിക്കപ്പെട്ടു, എനിക്ക് പകരം എല്ലാ ഉപദ്രവങ്ങളും സഹിച്ചു, അത് എനിക്ക് വേണ്ടിയാണ്, ഈ പാപിയായി എനിക്ക് വേണ്ടിയാണ് എന്ന് ലോകത്തിലുള്ള ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ, ഏറ്റുപറയുമ്പോൾ, ആ നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അയാളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അയാളുടെ മരിച്ചു കിടക്കുന്ന ആത്മാവിലുള്ള മരണത്തെ മാറ്റി അവിടെ നിത്യജീവൻ പകരുകയാണ്. ആ നിമിഷം അയാൾക്ക് വീണ്ടും ജനനം ഉണ്ടാകുന്നു, പുതുജനനം ഉണ്ടാകുന്നു. ഒരു പുതിയ കുഞ്ഞായി ദൈവരാജ്യത്തിലേക്ക് ആ വ്യക്തി പിറന്നു വീഴുകയാണ്. കാലാകാലങ്ങളിൽ സുവിശേഷം കേട്ടു, ദൈവസഭയിൽ വന്നു, കർത്താവിനെ വിശ്വസിക്കുവാനും ഏറ്റുപറയുവാനും പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാനും കഴിഞ്ഞത് നിമിത്തം നമ്മളെല്ലാവരും ആരായി തീർന്നു? വീണ്ടും ജനിച്ച ദൈവമക്കളായി മാറിയിരിക്കുകയാണ്.